പൊന്നിയരി കൊണ്ടുള്ള സേവയാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്. ഇതിനായിട്ട് ഒരു ഗ്ലാസ് പൊന്നിയരി നന്നായി കഴുകിയെടുത്തിട്ട് ഒരു 4 മണിക്കൂറോളം കുതിർക്കാനായിട്ട് വെക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ മിക്സിയിലാണ് കേട്ടോ അരച്ചെടുക്കുന്നത്. കൂടുതൽ ഇടുന്നവർ ഗ്രൈൻഡറിൽ വേണം അരച്ചെടുക്കാൻ, മിക്സി പെട്ടെന്ന് നാശമായി പോകും. അപ്പോൾ അതിലേക്ക് ഒരുവിധം അരഞ്ഞു കിട്ടിയപ്പോൾ ഞാനതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായി മഷി പോലെ അരച്ചെടുക്കണം കേട്ടോ. അതിനുശേഷം ഞാനൊരു നോൺ സ്റ്റിക്ക് പാത്രത്തിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് കിണ്ടിയെടുക്കുന്നുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഇതുപോലെ ഇങ്ങോട്ട് വെള്ളമില്ലാതെ നന്നായിട്ട് എടുക്കണം. കട്ട പിടിക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. നോൺ സ്റ്റിക്ക് ആകുമ്പോൾ പെട്ടെന്ന് കട്ട പിടിക്കത്തൊന്നുമില്ല. അപ്പോൾ ഇത് ഞാൻ മുഴുവൻ മാവും ഇങ്ങനെ തന്നെ ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതിന് ശേഷം നമുക്കിത് സേവനാഴിയിലിട്ട് പിഴിഞ്ഞെടുക്കുക. അത് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തതിന് ശേഷം ഞാനിത് സേവനാഴിയിലിട്ട് നമ്മുടെ ഇഡ്ഡലി തട്ടിലേക്ക് പിഴിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്ക് ഇഡ്ഡലി വേവിക്കുന്നത് പോലെ തന്നെ ഇഡ്ഡലി ചെമ്പിലിട്ടിട്ട് വേവിച്ചെടുക്കാം. ഇതിപ്പോൾ 2 തട്ടിനുള്ള മാവുണ്ട്. ഇതിപ്പോൾ അങ്ങനെ ഷേപ്പൊന്നും നോക്കേണ്ട ആവശ്യമില്ല. ഇത് ഇഡ്ഡലി തട്ട് മുഴുവനായിട്ടും തന്നെ പിഴിഞ്ഞെടുക്കാം. കാരണം ഇതിങ്ങനെ വെന്തതിന് ശേഷം നമ്മൾ ഇത് വേർപെടുത്തിയിട്ട് കടുക് വറുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ ഇത് മുഴുവൻ മാവും ഞാൻ ഇങ്ങനെ തന്നെ തട്ട് നിറച്ച് പിഴിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിനി ഒന്ന് വെന്ത് വരട്ടെ. അത് വെന്തതിന് ശേഷം നമുക്ക് കുതിർത്തിയെടുക്കണം. ഇങ്ങനെ ഓരോന്നും ഒറ്റൊറ്റയായിട്ട് വരണം കേട്ടോ, കട്ട പിടിച്ചിരിക്കരുത്. അപ്പോൾ അത് നന്നായിട്ട് വേർപെടുത്തിയെടുക്കുക. ഒന്ന് തണുത്തതിന് ശേഷം ചെയ്താൽ നന്നായിട്ട് വേർപെട്ട് കിട്ടും. നല്ല സോഫ്റ്റായിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റാണ് കേട്ടോ ഇത്. കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ അത് ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ. ഞാനിനി ഇത് കടുക് വറുക്കാനായിട്ട് ഇവിടെ വെളിച്ചെണ്ണയാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. വെളിച്ചെണ്ണ വേണം കേട്ടോ ഉപയോഗിക്കാനായിട്ട്. അതാകുമ്പോഴേ നല്ല മണം ഉണ്ടാവുള്ളൂ. കടുക് പൊട്ടിച്ചതിന് ശേഷം ഉഴുന്ന് പരിപ്പ്, കറിവേപ്പില, ഉണക്കമുളക് ഇതെല്ലാം ചേർത്ത് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്ക് വേർപെടുത്തി വെച്ചിരിക്കുന്ന ഈ നൂലപ്പം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അതങ്ങനെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്താൽ അത് നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടും. ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് കിട്ടും കേട്ടോ. കഴിക്കാനൊക്കെ നല്ലൊരു ടേസ്റ്റാണ്, നല്ല ഉതിർന്ന് കിട്ടും. ഇത് കണ്ടോ, ഇപ്പോൾ തന്നെ നന്നായിട്ടിത് പൊടിഞ്ഞ് വന്നിട്ടുണ്ട്. നന്നായി ഇളക്കി യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം അതിലേക്ക് ഞാനൊരു ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് നല്ലൊരു മണവും നല്ലൊരു ടേസ്റ്റും കിട്ടും. ഇത് കണ്ടോ, നന്നായിട്ട് പൊടിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ.